പിന്നെ ഈ പറഞ്ഞ പോലെ ഗെയിമിംഗ് ഗാംബ്ലിംഗ് അൺഓതറൈസ്ഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. ഐ തിങ്ക് ഇപ്പോൾ ഒരു ബ്രാൻഡ് നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അപ്പുറത്ത് പുരുഷന്റെ വോയിസ് ആണ്, സ്ത്രീന്റെ വോയിസ് ആണ്. അപ്പം സ്ത്രീന്റെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ ദിൽ ബി ലൈക്ക് കുറച്ചൊക്കെ ബാർഗെയിനിങ് ആവാം, പക്ഷെ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും. I don't prefer to be called as a content creator or as an influencer and all that. കൂടുതൽ ഐ ലൈക്ക് ടു ബി കോൾഡ് ആൻ ആക്ടർ ബിക്കോസ് അതിനാണല്ലോ നമ്മൾ ഇതിലേക്ക് വന്നത്. കൊണ്ട് നോക്കാൻ മിക്സിംഗ് ആണ്, മിക്സ് പോലാണ് എല്ലാം എല്ലാം ഉണ്ടാവും. സേമിയ മിക്സിംഗ് അതിനകത്ത് എല്ലാം ഉണ്ടാവും. നോ അതായത് there are times that we can take the hate very easily, but there are times that we cannot. There was this one incident where ഒരു ചെക്കൻ എനിക്ക് മെസ്സേജ് അയച്ചു, just this one message, നിന്നെ ഒരു നൈറ്റ് കിട്ടിയിരുന്നെങ്കിൽ. എത്തിക്സിനെ പറ്റി സംസാരിക്കുമ്പം ഞാൻ മിനിമം 1 month ആണ് ബ്രാൻഡ്സിനോട് ചോദിക്കുന്നൊരു ടൈമുണ്ട്. ലൈക്ക് എനിക്കത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യാം എന്നുള്ളൊരു ബേസ് ലൈനാണ് എൻ്റെ മോസ്റ്റ് കൊളാബറേഷൻസിൽ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗെയിമിംഗ് ഗാംബ്ലിംഗ് അൺഓതറൈസ്ഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. കാരണം അതൊക്കെ ഈ യങ് ഓഡിയൻസ് ഉണ്ട്, ലൈക്ക് ഒരു സ്റ്റിൽ ഡിലേമേലാണ് അവർ. ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ബയാസ്ഡ് ആവും. ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ ഈ പറയുന്ന പോലെ ഒരാൾ പറയുന്നത് ശരി, അടുത്ത ആൾ പറയുമ്പോൾ അടുത്ത ആൾ പറയുന്നത് ശരി. അപ്പോൾ അങ്ങനത്തെ ഒരു ഓഡിയൻസിനെ നമുക്ക് മിസ്ലീഡ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ലല്ലോ. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരുടെ ഡിസിഷൻസും നമ്മൾ കൺട്രോൾ ചെയ്യില്ല. ബട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എന്തുവാ റെസ്പോൺസിബിലിറ്റി വിച്ച് കംസ് വിത്ത് പവർ. ഒരു പവറാണ്. ആ പവർ നമ്മൾ മിസ്യൂസ് ചെയ്യരുത് എന്നുള്ളൊരു ബേസിക് എത്തിക്സ് നമ്മൾ എല്ലാവരും കീപ്പ് ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറെയൊക്കെ കൺട്രോൾ. ബിക്കോസ് ഈ പറഞ്ഞ പോലെ TV ആഡ്സും ഒത്തിരി ആഡ്സ് വരുന്നുണ്ടല്ലോ. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ലൈക്ക് ആൾക്കാരിലേക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിനെ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ള ഒരു ഇതാണ് അക്കോർഡിംഗ് ടു മീ. അത് റൈറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇപ്പം തന്നെ എൻ്റെ വീട്ടിൽ വരാമെങ്കിൽ ഒരു ബോക്സ് നിറച്ച് പ്രൊമോഷൻ വീഡിയോക്ക് നിന്ന കോസ്മെറ്റിക്സ് ആണ്. ഇപ്പം എനിക്ക് ഒരുപാട് കമൻറ്റ്സ് തരാൻ, ചേച്ചി എന്ത് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്, എന്ത് ഫേസ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ നോർമലി സൺസ്ക്രീമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ, ലിപ്സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് യൂസ് ചെയ്യും. പക്ഷേ ഇതുപോലെ അപ്പോൾ എനിക്ക് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈറ്റനിങ് ക്രീമുകൾ, ഇപ്പോൾ നോക്കുക ഒരു ബോക്സ് നിറച്ച് വൈറ്റനിങ് ക്രീം ഉണ്ട്. പക്ഷേ ഞാൻ വൈറ്റനിങ് ക്രീം ഇടാറില്ല. അഥവാ ബൈ ചാൻസ് നെയിൽ പ്രോഗ്രാം ഇട്ടാൽ തന്നെ ചിലപ്പോൾ എല്ലാവരുടെ സ്കിന്നിനും അത് സൂട്ടബിൾ ആവത്തില്ല. അപ്പം ഞാനൊരു ക്രീമിൻ്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്ത് നമ്മളെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ക്രീം ഇട്ട് ദീപ വെളുത്തത് ആ ക്രീം ഇട്ടാണെന്ന് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അവരുടെ മുഖത്തിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം. അതുകൊണ്ട് ഞാൻ ഒരു വീട്ടിൽ ഒരുപാട്, അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്, അച്ചാറുകളും മറ്റേതൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെടാത്തൊരു സാധനമാണ്. അപ്പോൾ അത് ഒരിക്കലും ഞാൻ ക്യാഷ് വാങ്ങിയിട്ടുമില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ക്യാഷ് തന്നെ തിരിച്ചു കൊടുത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെ ഫുഡിൻ്റെ, ക്രീമിൻ്റെ, അങ്ങനത്തെ ഹെയറിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഞാൻ പറഞ്ഞു കൊടുക്കില്ല. പക്ഷേ എൻ്റെ ബോഡി ലാംഗ്വേജോ എൻ്റെ സ്കിന്നോ ഹെയറോ ആയിരിക്കില്ല മറ്റൊരാൾക്ക്. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ തന്നെ ചെയ്ത് വെച്ച് ഒരുപാട് കേസുകൾ നിലവിൽ നിൽക്കുന്നുണ്ട്. മഞ്ജു വാര്യർ ചെയ്ത് അതിന് കോടതിയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് കേസുകളൊക്കെ. അപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അത് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ക്യാപ്ഷനിൽ ഒരു ഡിസ്ക്ലൈമർ ഇടാം. താഴെ എഴുതി കാണിക്കില്ലേ കണ്ടീഷൻസ് അപ്ലൈ. അങ്ങനെയാണ് മാർക്കറ്റിലെ സാധ്യതകൾ. പക്ഷെ നമുക്ക് വലുതായിട്ട് ഇടാം. ഇവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ഒരു ബ്രാൻഡിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇത്രയും ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും ഈ ആഡ് ചെയ്യണമെങ്കിൽ. പക്ഷെ ഇൻഫ്ലുവൻസേഴ്സിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ പേഴ്സണലി ഇൻഡിവിജ്വലി അത് കുറച്ചും കൂടി റീച്ച് ആവും. പക്ഷെ പേയ്മെന്റ് കുറവായിരിക്കും. ബാർഗെയിനിങ് ഭയങ്കര. നോർമലി ഞാൻ എഡ്യൂക്കേഷന് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ സമൂഹത്തിന് കുറച്ച് നല്ലതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്യും. കുറച്ച് ആൾക്കാർ ചോദിക്കും, എൻ്റെ കൂടെ ചോദിക്കും ചെയ്താൽ കൊള്ളായിരിക്കും, നമുക്ക് നെഗറ്റീവ് വരുന്നു പറഞ്ഞിട്ട് ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ മിനിമം ഒരു എമൗണ്ട് പറയും. അപ്പോൾ അവർ പറയും മറ്റേവരത് കുറച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പം ഞാൻ വന്നാൽ പിന്നെ അവരോട് പൊക്കോളൂ എന്ന് പറയും. പിന്നെ അവർ നമ്മൾ ആവശ്യമുണ്ട് വിളിച്ചിട്ട് പിന്നെ നമ്മളങ്ങ് ഒരു പകുതി എമൗണ്ടിനൊക്കെ സാധാരണ ചെയ്ത് കൊടുക്കാറ്. ബാർഗെയിനിങ് ശരിക്കുണ്ട്. അപ്പം ഒരു ആഡ് ഏജൻസി ഒക്കെ അവർ അപ്രോച്ച് ചെയ്യണമെങ്കിൽ അത്രയും എമൗണ്ട് കൊടുക്കണം. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ഈസിയാണ് ഇൻഡിവിജ്വലി. എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുമ്പോൾ തോന്നിയിട്ടുണ്ടോ?
എന്ത് ഇങ്ങനെ കുറവാണ്. ഓ അങ്ങനെ I think it's zoned out. സോൺ ഔട്ട് ചെയ്യാതെ അല്ലല്ല ക്വസ്റ്റ്യൻ കംപ്ലീറ്റഡ് ആയില്ലായിരുന്നു അതാ. ബാർഗനിങ് ഉണ്ടെന്നോ? ഒരു വിമന് കുറച്ചും കൂടി ഒരു അണ്ടർപെയ്ഡ് ആണെന്ന് തോന്നുന്നുണ്ട്. അത് ഒബ്വിയസ്ലി ഉണ്ട്. അതെല്ലാ മേഖലയിലുള്ള പോലെ തന്നെ ഉണ്ടെന്നാണ് ഞാൻ അല്ലാതെ വിശ്വസിക്കുന്നത്. കോണ്ടന്റ് നോക്കിയിട്ടല്ല ആൾക്കാര് അങ്ങനല്ല. ഇതിപ്പം ഐ തിങ്ക് ഇപ്പൊ ഒരു ബ്രാൻഡ് നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അപ്പുറത്ത് പുരുഷന്റെ വോയിസ് ആണ്, സ്ത്രീന്റെ വോയിസ് ആണ്. അപ്പൊ സ്ത്രീന്റെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ ദിൽ ബി ലൈക്ക് കുറച്ചൊക്കെ ബാർഗനിങ് ആവാം. പക്ഷെ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും മേ ബി. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് അത്രക്കുണ്ട്. പക്ഷെ കമ്പയറിംഗ് വിത്ത് ദി അതർ ഇൻഡസ്ട്രീസ് അത്രക്കുണ്ടെന്ന് തോന്നണില്ല. മോസ്റ്റ്ലി അബൌട്ട് ദ കോണ്ടന്റും. എനിക്കൊന്ന് മൂവീസിൽ വരുമ്പോ കുറച്ചും കൂടുതലാണ്. ഇവരിനേക്കാൾ നല്ല ഡിഫറെന്റ് ആണ്, നല്ല വ്യത്യാസമുണ്ട്. പിന്നെ കമ്പാരിറ്റീവ്ലി കോണ്ടന്റ് ക്രിയേഷനിലാണ് പെണ്ണുങ്ങളാണ് കൂടുതൽ ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കമ്പയറിംഗ് വിത്ത് ഓൾ ദി അതർ ഫീൽഡ്സ് ഇതിൽ ബെറ്റർ. ഐ തിങ്ക് അതൊരു പുതിയ ഇതായതുകൊണ്ടാണ് കൂടുതൽ എനിക്കൊന്ന് അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരായിരിക്കും കൂടുതൽ നിൽക്കുന്നുണ്ട്. സിനിമ കുറച്ചുകൂടെ കൺവെൻഷണൽ, കുറച്ചുകൂടെ ഓൾഡ് സ്കൂൾ സാധനം ആയത് കാരണം ആയിരിക്കാം ചിലപ്പോ, അങ്ങനെ അറിയില്ല. ആൾക്കാർ വിളിക്കുമ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡു യു സീ യുവർസെൽഫ് ആസ് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് അറിയപ്പെടാനാണോ ഏറ്റവും താല്പര്യം? അങ്ങനെ താല്പര്യമില്ല. എനിക്ക് തീരെ താല്പര്യമില്ല. ഐ ഡോണ്ട് മേക്ക് അങ്ങനെ ഞാൻ മറ്റേ കോണ്ടന്റ് ഉണ്ടാക്കി അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ഞാൻ കൂടുതൽ ഐ ഫോക്കസ് ഓൺ പ്രോജക്ട്സ്. ഇപ്പം ചിലപ്പം ഒരു മൂവി ആയിരിക്കാം, ഷോർട്ട് ഫിലിം ആയിരിക്കാം, അത് അല്ലെങ്കിൽ ആഡ്സ്. പിന്നെ ഞാൻ മറ്റേ ഇങ്ങനെ അങ്ങനത്തെ ഇത് ഞാൻ ഒരുപാട് ഉണ്ടാക്കാറില്ല. ഇഫ് യു സീ മൈ സോഷ്യൽ മീഡിയ ഞാൻ അത്ര ആക്റ്റീവും അല്ല. So I don't like to be I don't prefer to be called as a content creator or as an influencer and all that. കൂടുതൽ ഐ ലൈക്ക് ടു ബി കോൾഡ് ആൻ ആക്ടർ ബിക്കോസ് അതിനാണല്ലോ നമ്മൾ ഇതിലേക്ക് വന്നത്. ആൻഡ് പിന്നെ നമ്മൾ എന്തൊക്കെയോ ആയി പോകുന്നതാണ് ഇതിലേക്ക് വന്നത്. എന്നെ കൊണ്ട് നോക്കാൻ മിക്സിംഗ് ആണ്, മിക്സ് പോലാണ് എല്ലാം എല്ലാം ഉണ്ടാവും. സേമിയ മിക്സിംഗ് അതിനകത്ത് എല്ലാം ഉണ്ടാവും. കണ്ടന്റ് ഉണ്ടാവും, ചില പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും മിക്സ് ചെയ്തിട്ടുള്ളത്. സാമ്പാർ എന്ന് പറയാം. കണ്ടന്റ് ക്രിയേഷൻസിന് വേണ്ടിയിട്ട് പുറത്ത് പോകും. നമുക്ക് അന്നേരം എന്ത് കിട്ടുന്നു അന്നേരം അത് ചെയ്ത് എന്ന് മാത്രമേ ഉള്ളൂ. കീർത്തന സിംഗ്സ് വെൽ. അപ്പം അതുപോലെ തന്നെ യു ആർ an entrepreneur, I guess. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ഇപ്പം അത് എന്തുകൊണ്ടായിരിക്കും ഈ കോണ്ടന്റ് ക്രിയേഷൻ ഒരു ഒരു പെർപെച്വൽ അല്ല? അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ അതായത് ഒരു ഓൾറെഡി കുറച്ച് എന്താ പറയാ ഫോളോയിങ് ഉള്ള ആൾക്കാർക്ക് ഇറ്റ് ഈസ് ഈസി ടു പ്രൊമോട്ട് ദിയർ ഓൺ ബിസിനസ്. അപ്പോൾ ഈവൻ ഇഫ് ഒരു ഇപ്പൊ എനിക്ക് ഓൾറെഡി അങ്ങനെ ഒരു പേജ് ഉള്ളത് കൊണ്ട് ഞാൻ മേക്കപ്പ് പേജ് തുടങ്ങുമ്പോൾ എനിക്ക് ടെൻഷൻ ഇല്ല. എനിക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള മാർഗമുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് ഈസി ഫോർ മീ ടു പ്രൊമോട്ട് മൈ ഓൺ ബിസിനസ്. അപ്പൊ അതുകൊണ്ടാണ് മോസ്റ്റ്ലി ഈ ഇങ്ങനത്തെ ആൾക്കാർ പുതിയത് തുടങ്ങുന്നത്. ബിക്കോസ് ദേ കൻ ഈസിലി എന്താ പറയാ ഗെറ്റ് ഇറ്റ് ടു പീപ്പിൾ. ആൾക്കാരത്തേക്ക് എന്ത് എന്തെങ്കിലും ബ്രാൻഡ് തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടി അത് ഓവർ റേറ്റഡ് ആണ്. പക്ഷെ നോർമൽ പീപ്പിൾ തുടങ്ങുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുള്ളത് ഓവർ റേറ്റഡോ? എന്ത് സെലിബ്രിറ്റീസ് തുടങ്ങുന്ന ബ്രാൻഡ്സ്, സെലിബ്രിറ്റീസ് തുടങ്ങുന്ന ബ്രാൻഡ്സ് ഇച്ചിരി ഓവർ റേറ്റഡ് അങ്ങനെ ചിലതൊക്കെ അല്ലേ? ഞാൻ പറയാൻ ബ്രാൻഡ്. പക്ഷേ ഈ മറ്റു പുള്ളിക്കാരുണ്ടല്ലോ, കെട്രീന നല്ലതാ. പിന്നെ അനോമലി ഷാംപൂ അടിപൊളി. അത് പ്രിയങ്ക ചോപ്ര. പ്രിയങ്ക ചോപ്ര ഇവിടുത്തെ ബിസിനസ് കൃഷ്ണകുമാർ സാരി ബൊട്ടിക് അല്ലേ? സാരി ബുട്ടിക് പറഞ്ഞു. ലൈൻ കട്ട് എനിക്ക് ചോദിക്കാൻ പറ്റും എന്തെങ്കിലും? അതായത് അപ്പൊ when you get these kind of DMs and you happen to see one of them അല്ല കുറച്ചെണ്ണം, what is that you feel inside? വാട്ട് ഐ ഫെൽറ്റ് ഇൻസൈഡ് എന്നില്ല. ഞാൻ എല്ലാ DMസിനും റിപ്ലൈ പറയും. മനസ്സിലായി ഹായ് ചേച്ചി, ഹായ് ഡാ, ലൈക്ക് അങ്ങനെ അതേ കണക്ക് ഇന്ന ചേരുന്നില്ല, ഓക്കെ ഞാൻ നാളെ തൊട്ട് ഇടുന്നില്ല എന്ന് ചിലപ്പോൾ മനസ്സിലങ്ങ് പറയും. അപ്പൊ അത് അവിടെ കഴിയും. നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ്. പക്ഷെ ഐ തിങ്ക് എന്താ പറയാ, നോ
അതായത് there are times that we can take the hate very easily, but there are times that we cannot. ഇപ്പൊ ഒരു തവണ ലൈക്ക് ഇഫ് ഐ എം സ്ട്രോങ്, എനിക്കിപ്പോ ഈ ഒരു കാര്യം ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ഡീൽ ചെയ്തു, ദാറ്റ് ഡസന്റ് മീൻ നെക്സ്റ്റ് ടൈം ഐ വിൽ ബി ഏബിൾ ടു. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്ന ഇത് ഉണ്ടാവും. അപ്പൊ നമ്മളെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന പവർ ചിലപ്പം വ്യത്യാസം ഉണ്ടാവും. ദാറ്റ് ടൈം അങ്ങനെ ആയിരിക്കും പക്ഷെ ആൾക്കാർ. ഇങ്ങനെ മെസ്സേജ് അയക്കുന്നവർക്ക് ഡോണ്ട് ലെറ്റ് ദം ഫീൽ ലൈക്ക് നമുക്ക് അവർക്ക് വേണ്ടി ടൈം ഉണ്ടെന്ന് മനസ്സിലാക്കരുത് അവരെ. ഇഗ്നോർ ദം എന്നാണ് എന്റെ ഒരു ഡോണ്ട് യു ഫീൽ ലൈക്ക് ഒരാളെ നമ്മൾ കോൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാല് അത് ഇത് വെൻഡിൽ ഡൗൺ ചെയ്യാനുള്ള ഒരു ഇതല്ലേ? കാരണം ഒരാളെ ഓക്കെ ഇനി അടുത്തൊരാൾക്ക് കഴിക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവും, എന്റെ പേര് അവിടെ വരുമോ എന്നുള്ള പേടി. പക്ഷേ ഞാൻ പറയട്ടെ, അത് ഈ പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ട്സിൽ നിന്ന് മെസ്സേജ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് എക്സ്പോസ് ചെയ്ത് ശരിയാവും. ഈ നെഗറ്റീവ് എനിക്കിത് ഒരു സെയിം എക്സ്പീരിയൻസ് ഉണ്ട്. ലൈക്ക് എന്റെ ഒരു ബർത്ത്ഡേ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുന്ന വീഡിയോയില് ഒരു ഫോറിനർ ആണെന്ന് തോന്നുന്നു, ആള് വന്നിട്ട് കമന്റ് ചെയ്തു, ഹർ ഹാൻഡ്സ് ആർ ലൈക്ക് ഡാർക്കർ ദാൻ മൈ ഫ്യൂച്ചർ. ഒരു കമന്റ്, പക്ക റേസിസ്റ്റ് കമന്റ്. അത് ഞാൻ ലൈക്ക് ഷൂട്ട് ഔട്ട് ചെയ്ത് സ്റ്റോറി ഇട്ടു. ആ ടൈമില് 20 ലൈക്സ് ആയിരുന്നു. ആ സ്റ്റോറി ഇട്ടതിന് ശേഷം 100 ലൈക്സിൽ മേലെയായി. അത് ഫുള്ള് ഗേൾസ്, വിമൻ. അത് ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ആരെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ സപ്പോർട്ട് ദാറ്റ് ഉള്ള പോസിറ്റീവിനെക്കാളും, ബിക്കോസ് ദേ വോണ്ട് ടു ഷോ ദാറ്റ് ഓക്കെ ഇങ്ങനെ ഒരാള് ഹേർട്ട് ചെയ്യണ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ എന്തൊരു സാഡിസ്റ്റ് ഭാവത്തില് ബാക്കിയുള്ള എല്ലാരും അത് ലൈക്ക് ഒരു ചെക്കൻ എനിക്ക് മെസ്സേജ് അയച്ചു, ജസ്റ്റ് ദിസ് വൺ മെസ്സേജ്, നിന്നെ ഒരു നൈറ്റ് കിട്ടിയിരുന്നെങ്കിൽ. അപ്പോ എന്റെ ഭാഗ്യത്തിന് അത് ഒരു ഒറിജിനൽ അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ ഐ ടുക്ക് ഹിസ് എന്താ പറയാ ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആർക്കെങ്കിലും അറിയാമെന്ന് ചോദിച്ചു. അയാളുടെ ഡീറ്റെയിൽസ് എടുത്തു, പോലീസ് സ്റ്റേഷനിൽ പോയി. അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് വിളിപ്പിച്ചു. ആൻഡ് ഈ ഹോൾ ഇൻസിഡന്റിനെ കുറിച്ച് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സംസാരിക്കുകയും ചെയ്തു. ഈ ഒരു ഇൻസിഡന്റിന്റെ, അതായത് ഇപ്പോൾ ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ ക്രൈസ്റ്റ് പറയുന്ന പോലെ, ഈ ഇൻസിഡന്റിന് ശേഷം എന്റെ ഹെയ്റ്റ് കോമെന്റ്സും ഹെയ്റ്റ് മെസ്സേജസും ഒക്കെ ഡിം എന്ന് പറഞ്ഞ് താഴേക്ക് പോയി. ഭയങ്കര ലൈക് ഫേക്ക് അക്കൗണ്ട്സ് വരെ മെസ്സേജുകൾ അങ്ങനത്തെ കുറഞ്ഞു. ആ ചെക്കനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതു. വാട്ട് ഐ മേഡ് ഹിം ഡു ഇസ്, ഞാൻ പറഞ്ഞു നിന്റെ സ്വന്തം, അവിടെ പോലീസ് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അവന്റെ സ്വന്തം അക്കൗണ്ടിൽ അവൻ ഇങ്ങനെ ചെയ്തു, അവൻ എന്നെ ഇങ്ങനെ പറഞ്ഞു, എന്നിട്ട് അതിനുള്ള അപ്പോളജി ഇട്ട് എന്ന് പറഞ്ഞിട്ട് അവൻ എന്നോട് മാപ്പ് പറയുന്നത് അവന്റെ പേജിൽ സ്റ്റോറി ഇടണം എന്ന് പറഞ്ഞു. എന്താ പറയാ, അവൻ അറിയുന്ന ആൾക്കാർ അറിയാൻ വേണ്ടിട്ട്. കാരണം അതറിയണം, വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് വിമൻ അറൌണ്ട് ഹിം നോസ്. അപ്പൊ അവന്റെ അക്കൗണ്ടിൽ ഇങ്ങനെ സ്റ്റോറി ഇടുക. പോലീസ് സ്റ്റേഷൻ തന്നെ ഹി ടുക്ക് ദ വീഡിയോ ആൻഡ് നോർമലി ഞാൻ അങ്ങനെ നെഗറ്റീവ് കമന്റ്സിന് റിപ്ലൈ കൊടുക്കാറില്ല. കാരണം നമ്മളിപ്പോൾ ബൈ ചാൻസ് എന്തെങ്കിലും ഒരു ഹായ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ഇരിക്കുമ്പോൾ അവർക്ക് വലിയൊരു എന്തോ സംഭവമാണ്. അപ്പം നമ്മളൊരു നെഗറ്റീവിന് റിപ്ലൈ കൊടുത്ത് ഞാൻ അവനെ വൈറലാക്കാൻ ഞാൻ ഇട്ട് കൊടുക്കില്ല, അവർക്ക് ഫോളോവേഴ്സ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നമുക്ക് DM വന്നിട്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. പുള്ളിയുടെ പേഴ്സണൽ നമ്മുടെ കമ്മ്യൂണിറ്റി പെട്ട ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒരു വുമണിന് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഷയം അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ എൻജോയ് ചെയ്തും വെച്ച് ഒരു വിഷയം വന്ന സമയത്ത് അത് എടുത്തിട്ട് വലുതാക്കി. ആ ഒരു വലിയൊരു വിഷയമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ എടുക്കാൻ നമുക്ക് ഒരുപാട് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാർ നമുക്ക് ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പം എനിക്ക് തന്നെ അയ്യോ ഇവരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചോ, നമുക്ക് വീഡിയോ കോൾ ചെയ്യുന്നു, നമുക്ക് റിപ്ലൈ കൊടുക്കുന്നു. ആക്ച്വലി ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാനിപ്പം മോഡലിംഗ് ചെയ്യുന്നൊരു മൂവിയൊക്കെ ചെയ്തതുകൊണ്ട് നമുക്കൊരു ഫിലിം ഫീൽഡിൽ ഒരു ആർട്ടിസ്റ്റ് എനിക്കൊരു ലേഡീസ് അയക്കാറുണ്ട്, ചിലപ്പം അതുപോലെ ജെൻസ് ആയിട്ടുള്ള അയക്കാറുണ്ട്. പക്ഷെ ഞാൻ അതിലൊരു എൻജോയ്മെന്റ് കണ്ടെത്തും. കാരണം സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ഇരിക്കുന്ന ഒരാൾ നമ്മളുടെ അവരുടെ ടൈം കണ്ടെത്തി നമുക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുമ്പോൾ അത് ഞാൻ വലിയൊരു കാര്യമാണ്. പക്ഷെ നമ്മളത് യൂസ് ചെയ്തും വെച്ച് പിന്നെ ഒരു സാഹചര്യം വരുമ്പോൾ അവർക്കെതിരെ അമ്പ് ചെയ്യാന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതെ ലിമിറ്റ് ഉണ്ട്. നോർമൽ മെസ്സേജസും ഞാൻ ഉദ്ദേശിച്ചത് അതൊക്കെ തന്നെയാണ്. നമ്മളെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ നമ്മളൊരു വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവരുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ ആളാവാൻ നോക്കത്തൊന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഈ വിമൻ ഇപ്പം ഈ പറഞ്ഞല്ലോ, അതിൽ റിയാക്ട് ചെയ്യുന്നത് ചിലപ്പം അപ്പൊ തന്നെ റിയാക്ട് ചെയ്യുന്നവരുണ്ടാവും, കുറെ കാലം കഴിഞ്ഞിട്ട് റിയാക്ട് ചെയ്യുന്നു. അത് നമ്മൾ എന്തിനാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ബിക്കോസ് നമ്മുടെ ഒരു മെന്റൽ ട്രോമ ചിലപ്പം അപ്പൊ റിയാക്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷെ കുറെ കാലം കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിച്ച് അത് റിയാക്ട് ചെയ്യാൻ നമ്മൾ കുറച്ചും കൂടി പാകപ്പെടുത്തണം. അപ്പം
ഇങ്ങനെ സൊസൈറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് അപ്പൊ പറഞ്ഞില്ല. അതന്നെയാണ് ഞാനിവിടെ സംസാരിച്ചത്. അന്നേരം അവരുടെ കൂടെ നിന്ന് സംസാരിക്കുക, ഫോണിൽ സംസാരിക്കുക, അവരോട് പല കാര്യങ്ങളും ചെയ്തു വെച്ച് പിന്നെ ഒരു അവസരം വരുമ്പോ അവർക്കെതിരെ പ്രയോഗിക്കുന്ന കാര്യമാണ്. ശരിയാ. അതല്ലേ, അതിനോട് യോജിച്ചു പോകാൻ പറ്റുന്നതല്ലേ. നമ്മൾ എപ്പോ പ്രിപ്പയർഡ് ആണോ പറയാൻ വേണ്ടി അപ്പൊ നമുക്ക് പറഞ്ഞൂടെ? പക്ഷെ നമ്മൾ ഇപ്പൊ പറഞ്ഞാലും അപ്പൊ പറഞ്ഞാലും വിൽ ഗെറ്റ് ഹേറ്റ്. അതെ അപ്പൊ പറഞ്ഞാലും കിട്ടും. അതെ, അത് ശരിയാണ്. അങ്ങനെ ഒരു മെന്റാലിറ്റി ആളുകളുടെ, ഒരു മൈൻഡ് സെറ്റ് ആളുകളുടെ ഇടയിലുണ്ട്. അതായത് ഓക്കെ, ഈ വിക്ടിം ബ്ലെയിമിങ് എന്തായാലും ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഇവരുടെ കൂടെ നിൽക്കാം, അവര് ഈ ഒരു കൾപ്രിറ്റ്സിന്റെ കൂടെ നിൽക്കുന്ന ഒരു ടെൻഡൻസി നമ്മുടെ നാട്ടില് ഭയങ്കര വലുതായിട്ടുണ്ട്. പിന്നെ ഇപ്പം ഒരു വുമൺ ആണ് എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ, ഇവിടെ കല്യാണം കഴിഞ്ഞ ഒരാളാണെങ്കിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ, ഹസ്ബൻഡ് ഒരു പാവാട ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരാളിടാണെങ്കിൽ പറയും കയറൂരി അഴിച്ചുവിട. വേറെ സംഭവം എന്ന് വെച്ചാല് ആണുങ്ങളെ നന്നാവാൻ ഇവിടെ നാട് സമ്മതിക്കൂല. കാരണം ആണുങ്ങളൊന്നും നല്ലോണം ഡീസെന്റ് ആയിട്ട് സ്ത്രീകളോട് പെരുമാറിയോ, ആണുങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല ചെയ്തോ, അപ്പൊ അങ്ങനെ പാവാടയാക്കും, പിന്നെ പാവാടയാക്കും, അല്ലെങ്കിൽ പറയും. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് ഒരു നന്നാവാനുള്ള ആണുങ്ങള്, നന്നായിക്കൊണ്ടിരിക്കുന്ന ആണുങ്ങളെ പിന്നെയും ഡിമോട്ടിവേറ്റ് ചെയ്തിട്ട്, അതായത് മറ്റൊരു ക്യാരക്ടറിലേക്ക് ആക്കുകയാണ്. അതെ, വേറെ എന്താ പറയാ, ഒരു വൈഫിനെ ബേസിക്കലി ട്രീറ്റ് ചെയ്യേണ്ട രീതിയിൽ വൃത്തിക്ക് ട്രീറ്റ് ചെയ്യുന്ന ആണുങ്ങളെ പാവാട എന്ന് വിളിക്കുന്നത്. സിഗ്മ സൈഡ് എന്നൊക്കെ പറയും. നന്നവനങ്ങ് സമ്മതിക്കൂല എന്നുള്ള പോലെ. കണ്ടീഷനിങ് ആണ് മൊത്തത്തില്. നമ്മൾ ബ്രേക്ക് ചെയ്ത് വരാൻ, സ്റ്റീരിയോ ടൈപ്പ് ഒന്ന് ബ്രേക്ക് ചെയ്ത സമയത്ത് ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇങ്ങനെ വിമൻ ഇങ്ങനെ ആയിരിക്കണം, ആണുങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി. ഇപ്പം ഇനിയിപ്പോ അതും വേണ്ട, ഇപ്പൊ ഡിവോഴ്സ് ആയത് ഒരാൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റും. ഒരു വുമൺ ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ, ഇവിടെ ഭർത്താവിനെ കളഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയും. ഇപ്പൊ മരിച്ചു പോയാലൊക്കെ അതില് വലിയൊരു ഫോർ എക്സാമ്പിൾ ആണല്ലോ ഇപ്പൊ രേണു സുധി എന്ന് പറയുന്ന ഒരു, അവര് ഹസ്ബൻഡ് മരിച്ചു, സുധിച്ചേട്ടൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് അവര് ആ വീട്ടില് കണ്ണീര് ഒഴുകിയിരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അവര് അവരുടെ കുട്ടികളെ നോക്കണം, പൊതുസമൂഹത്തിലേക്ക് അവർക്ക് ജീവിക്കാൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് സൊസൈറ്റിയുടെ. അതെ അതെ. ഓൺ ദി കോൺട്രറി, ഇപ്പം ആ ഒരു, അതായത് ഇപ്പം ഏതെങ്കിലും ഒരു ഹസ്ബൻഡ് ഒരു ആക്ടറാണ്, അവരുടെ ഭാര്യ വെച്ചിട്ട് ഇവർ ആക്ട് ചെയ്യുമ്പോൾ പ്രശ്നമില്ല, തിരിച്ചായിരിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന വി കൻ ടോക്ക് അബൌട്ട് ഇറ്റ്. ബാക്കി പോയി ഇവരുടെ ബ്രെയിൻസ് പോയി ഇത് മാറ്റാനൊന്നും നമുക്ക് അത്രയും കഴിവില്ല. വി ക്യാൻ ഓൺലി റേസ് അവർ വോയിസ്, വി ക്യാൻ ടോക്ക്, ദാറ്റ് ഇസ് ദ ഓൺലി തിങ് ദാറ്റ് വി ക്യാൻ ഡു. അത് ചെയ്യുമ്പോൾ അതും പ്രശ്നമായിട്ട് വരും. പക്ഷേ ഐ തിങ്ക് നമ്മൾ അത് ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ അപ്പോഴും സംസാരിക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ. യാ, ദാറ്റ് ഇസ് ദ whole point of the conversation. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫെമിനിസം സംസാരിക്കുന്നതെങ്കിലും ഫെമിനിസം ഓൺലി ടോക്ക് അബൌട്ട് ഭയങ്കര ടോക്സിക് കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ള ഒരു ചിന്താഗതി പൊതുവെ സൊസൈറ്റിയിലുണ്ട്. ബിക്കോസ് കുറെ വൾണറബിൾ ആയിട്ടുള്ള വിമൻ ഉണ്ട്. അപ്പം അവരുടെ ബേസിക് റൈറ്റ് പോലും ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ട്. അപ്പം എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അതിപ്പോ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കുറെ കുട്ടികൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് വാട്ട് യു തിങ്ക്, ലൈക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എത്രത്തോളം സ്ത്രീകൾക്ക് ഇമ്പോർട്ടന്റ് ആണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്നിട്ട് അല്ല, ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ്, ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വരുന്ന മെസ്സേജസ്, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, ചേച്ചി എനിക്ക് ചേച്ചിനെ പോലെ ആവണം, എനിക്ക് ഇന്നടുത്ത് പോകണം. അപ്പം ഞാൻ പറയും ലൈക്ക് ഫൈൻഡ് എ ജോബ്, അല്ലെങ്കിൽ ഫൈൻഡ് എൻ ഇൻകം സോഴ്സ്. ജോബ് വേണ്ട, ഇപ്പം ഇൻകം ഉണ്ടാക്കാൻ നമുക്ക് ജോബ് തന്നെ വേണമെന്നില്ലല്ലോ. വി ക്യാൻ ഡു എ ബിസിനസ്, അല്ലെങ്കിൽ വേറെ ഇപ്പം ഇൻഫ്ലുവൻസിങ്, അങ്ങനെ കോണ്ടന്റ് ക്രിയേഷൻ, എല്ലാം ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫൈൻഡ് എ ജോബ്, ഗെറ്റ് സം മണി, ട്രാവൽ മച്ച്. അതാണ് ഞാൻ പറയാറുള്ള ഒരു ഇത്. എൻ്റെ ഒരു ട്രാവൽ ഗോൾ വെച്ച് നോക്കുവാണെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ നടക്കുള്ളൂ. പിന്നെ ഐ തിങ്ക് എന്താ പറയുക, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ കൂടെ വരുന്ന വേറൊരു എന്താ പറയുക അഡ്വാൻറ്റേജ് വുഡ് ബി നമ്മുടെ ഒപ്പീനിയൻസ് വോയിസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കല്യാണം കഴിച്ച സ്ത്രീകളിൽ ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന രണ്ട് സ്ത്രീകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, ഒരാളല്ല. അപ്പോൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരെ ഇട്ടിട്ട് പോകാനുള്ളൊരു മെന്റൽ സ്ട്രെങ്തോ വാട്ട് എവർ ഇറ്റ് ഈസ് അതുണ്ടാവും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മുടെ വീട്ടിലായാലും നമ്മൾ പുറത്തിറങ്ങി നടക്കുന്ന സമയത്തായാലും നമ്മുടെ ഒപ്പീനിയൻസ് വോയിസ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ദാറ്റ്.
That is why the number of divorce is increasing. അതെ Everybody is employed. Yeah. ആരും സഹിക്കേണ്ട ആവശ്യമില്ല. മുന്നേ എല്ലാരും സഹിക്കുവായിരുന്നു, ഡിവോഴ്സ് ഇല്ല. ഇപ്പൊ എല്ലാരും ആൾക്കാർ പറയുന്നുണ്ട് why is the divorce rate raising so? എന്തുകൊണ്ടാ everybody is financially ഞാൻ പറയുന്ന കുറെ സ്ത്രീകൾ പറയുന്നത് ഞാൻ എന്താക്കും എന്നുള്ളതാണ് പറയല്. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം അവിടെ ആയി. ഇല്ലാതെ ആവുമ്പോ അവര് വീണ്ടും ഓക്കെ ഫൈൻ എന്നാ പിന്നെ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവര് നിക്കണ. അതുകൊണ്ടാണ് ഡിവോഴ്സസ് മുന്നേ കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എന്ന് പറയുമ്പോ ആരെയും ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ഇതിലേക്ക് പോയി. അത് കാരണം ദ നമ്പർ ഓഫ് ഡിവോഴ്സസ് ഓൾസോ ഇൻക്രീസിങ്. യാ, അത് മെൻ ആർ പ്രൊവൈഡേഴ്സ് എന്നുള്ളതിന് മാറ്റി നിർത്തി നമ്മൾ അതിന് ബ്രേക്ക് ആയി വന്നിട്ട് പ്രൊവൈഡ് ആർ സെൽഫ് എന്നുള്ള ഒരു മെസ്സേജ് വരുമ്പോൾ ഒബ്വിയസ്ലി സോഷ്യൽ മീഡിയയുടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകൾ എൻ്റെ കമന്റ്സ് നോക്കാൻ പേഴ്സണൽ DM വന്നിട്ട് ഒരുപാട് സ്ത്രീകൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നോട് വരുന്ന കമന്റ്സ് എന്നാൽ ചേച്ചി എനിക്ക് കുറച്ച് ക്യാഷ് കടം തരുമോ എന്നാണ് ഏറ്റവും കൂടുതൽ കമന്റ്സ് ചെയ്യുന്നത്. ചേച്ചി എനിക്ക് കുറച്ച് ക്യാഷ് കടം തരുമോ. നമ്മള് നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം, ഞാൻ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച വീഡിയോ ഇടും, നല്ല ഡ്രസ്സ് ഇട്ടാ ഇന്ന സ്ഥലത്ത് വാങ്ങിയിട്ട്. അപ്പോൾ ഇവരൊക്കെ ഒരുപാട് ക്യാഷ് ഉണ്ട്. അപ്പം ഒരുപാട് സ്ത്രീകൾ പെൺകുട്ടി ഒരു 22 മുതൽ ഒരു 35 ഇയേഴ്സ് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു ചേച്ചി കുറച്ച് ക്യാഷ് തരും. ക്യാഷ് എന്ന് പറഞ്ഞാൽ കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മോളെ ക്യാഷ് വേണ്ട ചോദിക്കും. ഒരു 5,000 3,000 ഒക്കെ ഞാൻ അന്നേരം അവിടെ ഇരുന്നെങ്കിൽ ഉരുകിപ്പോവും. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിട്ട് ക്യാഷ് ഇല്ലാന്ന് പറയുന്നത് ഞാൻ അവരോട് പറയും എന്ത് ചെയ്യുന്നു, എന്ത് പഠിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്നു. അപ്പൊ നിങ്ങളിപ്പോൾ ഒരാളോട് എന്നോട് ക്യാഷ് ചോദിച്ചാൽ പ്രശ്നമില്ല, ഞാൻ ഉണ്ടെങ്കിൽ തരാൻ പറ്റും. പക്ഷെ ഞാൻ ഫിനാൻഷ്യലി വളരെ പരിതാപാവസ്ഥയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് പഠിച്ചു, അവർ ക്വാളിഫിക്കേഷൻ വെച്ച് ഇന്ന ജോലിക്ക് പോകും. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ജോലി ശരിയാക്കി കൊടുക്കാറുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ പരിചയമുണ്ട്, ബിസിനസ് ആയാലും എങ്ങനെയായാലും. അപ്പം ഞാൻ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർക്ക് എന്ത്, ചിലപ്പോൾ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരും ചിലപ്പം അറ്റ്ലീസ്റ്റ് സെയിൽസിൽ വരെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ഞാൻ ക്യാഷ് കൊടുത്ത് സഹായിക്കുന്നതിൽ ഭേദം ചിലപ്പോൾ ഞാനിപ്പോൾ ഒരു 1,000 കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് എനിക്കൊരു 1,000 കിട്ടി മറ്റൊരാളിലേക്ക് ചോദിക്കും. അപ്പം അത് വേറെ ലെവലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അവർക്കൊരു മിക്കവാറും ജോബായിരിക്കും ഞാൻ ആക്കി കൊടുക്കുക. അങ്ങനെ കൊടുക്കാറുണ്ട്. നിങ്ങൾ സ്വയം തൊഴിൽ ചെയ്ത് പഠിക്കണം. ഒരാളുടെ മുന്നിൽ കൈ നീട്ടാൻ നമ്മൾ അവസരം ഒരുക്കി കൊടുക്കാണ്ട് നമ്മൾ സ്വയം തൊഴിൽ ചെയ്ത് പഠിക്കണം. ഇപ്പം ഒരു അറ്റ്ലീസ്റ്റ് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നാൽ തന്നെ എനിക്കൊന്നൊരു 11,000 രൂപ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എൻകറേജ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം ചില ആൾക്കാർ, ചില മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഓക്കെ നമുക്ക് ഇതാണ് ചോയ്സ്, ഇതാണ് നമുക്ക് ഹൗസ് ചോയ്സ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നതാണ് ചോയ്സ്. ആ ചോയ്സ് വരെ ഒരു ഫെമിനിസം ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് റൈറ്റ്. കാരണം മേ ബി നിങ്ങൾക്ക് തരുന്ന പ്രൊവൈഡർ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മളപ്പം അവിടെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ സമയത്ത് ഓക്കെ നമുക്ക് ഒരു ഓട്ടോ പിടിച്ചു പോകാൻ ഒരു 50 rupees നമുക്ക് നമ്മുടെ കയ്യിലുണ്ടോ. ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണി കഴിക്കണമെങ്കിൽ ഹസ്ബൻഡ് ഓക്കെ ഒരു 100 രൂപ തരുമോ എന്നുള്ളത്. അതിന് പകരം ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ ഐ തിങ്ക് ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടെ സിമ്പിൾ ആവും. അതെ, ഇതൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഇപ്പൊ വരുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ഇപ്പൊ എന്ന് പറയുമ്പോ ഇപ്പൊ മെൻ ലൈക്ക് കുറെ മെൻ ഹാവ് ബിക്കം ലൈക്ക് ഓക്കെ നിനക്ക് ജോലി ചെയ്യണോ, ജോലി ചെയ്തോളൂ, അത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ. എന്നിട്ട് അവരിതൊന്നും ചെയ്യില്ല. അവര് വേണ്ട, നിങ്ങളല്ലേ ഫെമിനിസം പറഞ്ഞ ആൾക്കാര്, നിങ്ങളല്ലേ ഇത് ചെയ്തോ, പൈസ വേണമെങ്കിൽ നമ്മുടെ ഇതൊന്ന് കൈട്ട് വരി എടുക്കാൻ വേണമെങ്കിൽ റെഡി ആയിട്ട് നിൽക്കണ ഒരുപാട് ആൾക്കാരാണ് ഇപ്പോൾ. നമ്മൾ ഇത് പറയുമ്പോൾ ഇങ്ങനൊരു വശം കൂടെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇതൊരു മാരിഡ് കപ്പിൾ ആയിരിക്കാം, ദേ മൈറ്റ് ഹാവ് ചിൽഡ്രൻ ടുഗെദർ. ഈ ലേഡി എന്ന് പറയുന്ന ആള് ഷീ വിൽ പ്രൊവൈഡ് ഫോർ ദ ഫാമിലി, ഷീ വിൽ ടേക്ക് കെയർ ഓഫ് ദ കിഡ്സ്, ഷീ വിൽ ടേക്ക് കെയർ ഓഫ് ദ ഇമോഷണൽ ആൻഡ് ദ മെന്റൽ ഹെൽത്ത് ഓഫ് ദ ഫാമിലി. അപ്പോൾ ഷീ ഈസ് ഡൂയിങ് ഓൾ ദ വർക്ക് ബൈ ഹെർസെൽഫ്. സോ ഹൂസ് അബ്യൂസിങ് ആൻഡ് എക്സ്പ്ലോയിറ്റിംഗ്. അതായത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജോലി, ഇപ്പൊ പെണ്ണുങ്ങൾ ജോലിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം ജോലിക്ക് മുന്നേ വീട്ടിലത്തെ പണി മാത്രം എടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ ജോലിയും ചെയ്യണം. നിങ്ങളല്ലേ പറഞ്ഞു ജോലിക്ക് ഇവിടെ പൊക്കോ, എന്നിട്ട് അവര് പോയില്ല. അല്ലെങ്കിൽ അവര് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേറൊരു മാർഗം കണ്ടുപിടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. അതുപോലെ ഈ വീട്ടുജോലി എടുക്കുന്ന സ്ത്രീകള് ചോയ്സ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ ഗുഡ് ഫോർ യു. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ യു ക്യാൻ ഗ്ലോറിഫൈ ഇറ്റ്. അത് ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സ്. അതൊരു ലൈംലൈറ്റിൽ വന്ന് ഇരുന്ന് പറയുന്നത് ഏറ്റവും വലിയ അറ്റർ നോൺസെൻസ് ആണ്. ഈ ഭർത്താവിന്റെ കാലത്തൊക്കെ ബന്ധിച്ച് ഞാൻ എണീക്കാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ യു വാണ്ട് ടു ഡു ഇറ്റ്, ഓക്കെ നിങ്ങൾ അത് നമുക്ക് കോമൺസ് കണ്ടിട്ട് 100 ആൾക്കാർ ഞാനും ചെയ്യാറുണ്ട്. അത് അവർക്ക് കുറച്ചും കൂടി ഇൻഫ്ലുവൻസ്. എനിക്ക് കമന്റ്സ് വരാറുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം, യൂട്യൂബിൽ വന്നിട്ട് കമന്റ് ചെയ്യുക. കല്യാണം കഴിച്ചു കഴിയുമ്പോ ഇതൊക്കെ കാണാം. എനിക്കത് ഇത്രയും ഫ്രീ ആയിട്ട് നടക്കുന്ന, സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കുന്നു, ആരെയും ചൊറിച്ചിലാണ്. ഭയങ്കര അതല്ലേ. കല്യാണം കഴിച്ചു കഴിയുമ്പോ ഇത് കണക്ക് കാണാം. എനിക്ക് സീരിയസ്ലി എനിക്ക് വരുന്ന കമന്റ്സ്, മോസ്റ്റ് ഓഫ് ദ കമന്റ്സ്
അതും ഈ മേ ബി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇടുന്നത്, അറിയില്ല. Okay. That's why ഇങ്ങനെ ആൾക്കാർ ഇപ്പൊ കുട്ടികൾ കുറച്ചുകൂടി കല്യാണം കഴിക്കാൻ സ്കെയർ ആണ്. ഡീമണൈസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. എവറിബഡി സ്കെയർഡ് ടു ഗെറ്റ് മാരീഡ്, ഈവൻ ഐ എം സ്കെയർഡ്. എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ബിക്കം ലൈക്ക് ദാറ്റ്. നമ്മൾ കല്യാണം എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഭാരം പോലെയാ. സി ഇഫ് 2 people റിയലി അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ ആൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കേപ്പബിൾ ഉള്ള 2 ആൾക്കാരുണ്ടെങ്കിൽ മാരേജ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ദാറ്റ് ക്യാൻ ഹാപ്പൻ ടു ദാറ്റ്. ഇത് നമ്മൾ എപ്പോഴും ഒറ്റയ്ക്ക് ഇപ്പൊ നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ കിട്ടിയിട്ടുള്ളതുകൊണ്ടും പുറത്ത് നമ്മൾ കാണുന്ന ഒബ്സർവേഷൻസിലെല്ലാം മോശമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മാരേജിലേക്ക് വരുമ്പോൾ പേടി. ബിക്കോസ് യു ഡോണ്ട് നോ വാട്ട് ദി അതർ പേഴ്സൺ ഇസ്. നമ്മൾ ഇതിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് ഇവരുടെ ഒരു ഇത് മാറുന്നത് നമ്മൾ മനസ്സിലാവും. സോ യു ഗെറ്റ് സ്കേർഡ് ലൈക്ക് അയ്യോ ഇനി മുന്നോട്ട് പോയാൽ എങ്ങനെയാണ്, വിൽ എൻ്റെ ഡിവോഴ്സ് ഓർ വിൽ ഐ എൻ്റെ ഫ്രീഡം പോവോ, അതങ്ങനെ അവരിങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെയുള്ള ഫിയേഴ്സ് കാരണമാണ് ഇപ്പൊ എല്ലാവരും സിംഗിൾ ആയിട്ടിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദേ ഡോണ്ട് പ്രിഫർ ടു ഗെറ്റ് മാരിഡ് ബിക്കോസ് ഓഫ് ദിസ്. ഇറ്റ്സ് സ്കേറി. I got married at the age of 20. അപ്പം ആ സമയത്തൊക്കെ നമ്മൾ ഒരു ഡ്രീം വേൾഡിലായിരിക്കും. ഒബ്വിയസ്ലി ഓക്കെ മാരേജ് ഇങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മുടെ പാർട്ട്ണർ എത്രത്തോളം റൈറ്റ് ആണോ അല്ലെങ്കിൽ ഓക്കെ ആണോ, ഓക്കെ നമുക്ക് ഈ കമ്പാറ്റബിലിറ്റി അടിപൊളിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പക്ഷെ ഓക്കെ ഹീസ് ഗുഡ് എന്ന് വിചാരിച്ച് ബാക്കിയുള്ള എല്ലാവരും അങ്ങനെ അല്ല. അപ്പൊ ആ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആളെ മാത്രം നോക്കിയാൽ പോരല്ലോ. ഇപ്പൊ ആളെ വീട്ടുകാർ മാരേജിനെ കുറിച്ചുള്ള എൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന നിലയിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഈ ഒരു ലെവലിൽ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വീടിനെയും സമൂഹത്തെയൊക്കെ നമ്മൾ ഒറ്റപ്പെട്ട് ഈ ഒരു ലെവലിൽ എത്തണമെങ്കിൽ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകും. വിവാഹത്തെക്കുറിച്ച് എൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ, ഇപ്പം ഞാനൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്തു, അപ്പോൾ ചൂസ് ചെയ്താൽ ഞാൻ അവൻ്റെ ലോകത്തായിരിക്കും. കാരണം അവൻ പോകുന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലത്ത് പോകണം, ഞങ്ങളിൽ ഒതുങ്ങിപ്പോവും. ഈ ലോകം എന്ന് പറഞ്ഞാൽ വിശാലമായിട്ട് കിടക്കുകയാണല്ലോ. യാത്രകൾ ചെയ്യാനുണ്ട്, ഭക്ഷണം കഴിക്കാനുണ്ട്, ഡ്രസ്സ് ഇടാനുണ്ട്, നമ്മുടേതായിട്ടുള്ള ഫ്രീഡം പറന്ന് നടക്കണമല്ലോ. അപ്പോൾ ഇവൻ്റെ ലോകത്ത് ഒതുങ്ങി ജീവിക്കാണ്ട് ഫ്രീ ബേർഡ്സ് ആയിട്ട് പറന്ന് നടന്ന് ജീവിതം ആസ്വദിച്ച് ഈ ലോകത്തുനിന്ന് വിട്ടുപോകാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മരിക്കും വരെ ഇങ്ങനെ ആയിരിക്കണം ലാസ്റ്റ്. അൾട്ടിമേറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിറ്റിയിൽ പറയുമ്പോൾ കല്യാണം കഴിക്കുന്നതിന് വളരെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ, കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് അങ്ങനെയാണ് നോക്കി കാണുന്നത്. ഓക്കെ ഇന്ന പേഴ്സൺ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നു, വേറൊരാളെ കല്യാണം കഴിക്കും, അത് അവരുടെ മാത്രം ഡിസിഷനാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ലീഗലി മാരേജ്, ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് നേരത്തെ പറഞ്ഞത്. ലീഗലി മാരേജ് ചെയ്യുന്ന ഒരുപാട് കപ്പിൾസ് ഇപ്പോൾ ഒരുപാട് കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ട്രാൻസ് മെൻസിനെ ട്രാൻസ് വുമൻസ് മാരേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ അവർ ചോയ്സാണ്. ഒരു ട്രാൻസ് മെൻസ് ഒരു ട്രാൻസ് വുമണിനെ വിവാഹം ചെയ്യുമ്പോൾ അവർ ഈക്വലി കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അപ്പം മനസ്സിലാക്കി ജീവിക്കുമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ സിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ട്രാൻസ് വുമണായിട്ട് മാരേജ് ചെയ്ത് ജീവിക്കുന്നുണ്ട്, തിരിച്ചും അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ലീഗലി സപ്പോർട്ടാണ് ഇപ്പോൾ. ഇനി ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ സീരിയസ് ടോക്കിന്റെ ഫൈനൽ ക്വസ്റ്റ്യൻ, ഇപ്പൊ വിമൻ കുറച്ച് ക്രിയേറ്റേഴ്സ് പുതിയതായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാനുള്ളത്? അവർക്ക് തുടങ്ങാൻ താല്പര്യമാണ്, ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പം എന്താണ് പറയാനുള്ളത്? അക്സെപ്റ്റൻസ് കിട്ടാൻ ബേസിക്കലി നല്ല പാടാണ്. ആ ഒരു ടൈം പീരീഡ് സ്ട്രഗിൾ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസ് ഒരുപാട് മാറ്റർ ആണെന്ന് തോന്നി. പിന്നല്ലാതെ ലൈക്ക് വ്യൂവേഴ്സ് അത് അതായത് എനിക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഫാറ്റർ ആയിരുന്നു കുറച്ചുകൂടെ മുന്നേ, ഇത്തിരി മുന്നേ. അപ്പോൾ കുറച്ച് വെയിറ്റ് ഇങ്ങനെ 1 കിലോ 2 കിലോ കുറയുന്നതിനനുസരിച്ച് റെസ്പെക്ട് അല്ല കൺസിഡറേഷൻ ഇങ്ങനെ കൂടുന്ന പോലെ ഭയങ്കരമായിട്ട് ഞാൻ സ്വപ്നത്തെ പോലും ഞാൻ കരുതിയിട്ടില്ല. കാരണം ഐ ഹവ് ഓൾവേസ് ബീൻ ഭയങ്കര സ്ലിം ആയിട്ടുള്ള പേഴ്സൺ ചെറുപ്പം തൊട്ട്. പിന്നെ പെട്ടെന്ന് ഞാൻ ഭയങ്കരമായിട്ട് തടിച്ചു. അപ്പൊ തടി ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് എനിക്ക് അറ്റൻഷൻ കൂടുതൽ കിട്ടുന്ന പോലെ തോന്നുന്നു. അത് ഇൻസ്റ്റഗ്രാം മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. വെൻ യു ഗോ ടു പ്ലേസസ് ആൻഡ് ഇപ്പൊ ഞാൻ ഇപ്പോൾ ഒരാളോട് ഇപ്പോൾ ഒരു ഹായ് പറയുമ്പോൾ ലിറ്ററലി എനിക്ക് സംഭവിച്ചൊരു സംഭവം ഞാൻ പറയാം. അപ്പൊ ആ സമയത്ത് ഞാൻ ഏറ്റവും ഫാറ്റർ ആയിരുന്ന സമയത്ത് അപ്പോൾ ഒരു പരിപാടിക്ക് പോയി. അപ്പോൾ there was this one influencer guy. അപ്പോൾ ഞാൻ അവിടെ ഉണ്ട് വി നോ ഈച്ച് അതർ ജസ്റ്റ് ഒക്കെ. പക്ഷെ ഇങ്ങനെ അതിലൂടെ വന്ന് പാസ് ചെയ്ത് വർത്താനം പറയാതെ പോയി. ഹി വെന്റ് ഭയങ്കര പരിചയമൊന്നുമില്ല, പാസ് ചെയ്തില്ല വർത്താനം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാത്ത ബന്ധം. ഓക്കെ, എന്നിട്ട് അയാൾ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരു 1-2 കിലോ അങ്ങനെ കുറഞ്ഞേനെ ആ സമയത്ത്. സ്ലിം ബ്യൂട്ടി ഒന്നും ആയില്ല, പക്ഷെ കുറച്ച്
കിലോ കുറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ഒരു പരിപാടിക്ക് വന്ന സമയത്ത് ഹി വാസ് അസാ നീ എവിടെയാണോ എന്താണ് അപ്പൊ അല്ല അന്ന് എനിക്ക് കത്തിയില്ല, ഇയാൾ എന്താ പിന്നോട് മിണ്ടുന്ന, അന്ന് എന്നോട് മിണ്ടിയില്ലല്ലോ, അന്ന് എനിക്ക് കത്തിയില്ല. പിന്നെ ഗ്രാജുവലി വെൻ ഐ സ്റ്റാർട്ടഡ് ലൂസിങ് വെയിറ്റ് ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് മോർ അറ്റൻഷൻ, മോർ എന്താ പറയുക, മോർ പീപ്പിൾ വാണ്ട്സ് ടു ടോക്ക് ടു മീ. അത് അങ്ങനെ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്തത് ഞാൻ ഇപ്പൊ അടുത്താണ് തിരിച്ചറിഞ്ഞത്. അപ്പൊ ഇതൊരു ഇൻസെക്യൂരിറ്റി അല്ലേ? അതെ അതെ, എനിക്കൊന്ന് കൊറേ മൂവീസ് ഒക്കെ ഇങ്ങനെയാണ്. മൂവീസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ മറ്റേ ഈ കൊറിയൻ മൂവീസ് ഏതൊക്കെ മൂവീസ് ഇല്ലേ, ഭയങ്കര ചിലപ്പോ ഇങ്ങനെ ഇൻസെക്യൂർ ആയിട്ട് ഭയങ്കര ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ പോയി സർജറി ചെയ്ത് പെട്ടെന്ന് അങ്ങ് മെലിയും. അപ്പൊ പിന്നെ എല്ലാവരും മറ്റേ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിൽ എല്ലാവരും ഭയങ്കര അത് ആ സിനിമന്റെ ഒരു സട്ടിൽ വേർഷൻ ആണ് റിയൽ ലൈഫിൽ നമ്മൾ മേ ബി ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊക്കെ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ എനിക്കറിയത്തില്ല. ദാറ്റ് വുഡ് ബി സോ അബ്സർഡ്. വൈ വുഡ് സംബഡി പിന്നെ നമ്മൾ നന്നായിട്ട് ഭക്ഷണം നമുക്ക് പേടിയാവും ആൾക്കാർക്ക് ഇങ്ങനെ എനിക്കറിയാം. ഞാൻ ഇപ്പൊ ഞാന് അപ്പോഴും ഞാൻ ഏതോ ഒരു സെലിബ്രിറ്റീന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഷീ വാസ് ടോക്കിംഗ് അബൌട്ട് ദിസ്. അപ്പൊ അവര് സംസാരിച്ച് അത് കണ്ട സമയത്താണ് ഐ റിയലൈസ് മേ ബി ദിസ് ഇസ് ഹാപ്പനിങ് വിത്ത് മീ. ഇപ്പൊ ഒരു കോണ്ടന്റ് ചെയ്തതിനാൽ ഓക്കെ, ആ കോണ്ടന്റ് വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? നമ്മളെ റിയൽ ആയിട്ട് ആർക്കും അറിയില്ല, നമ്മുടെ റോ നമ്മൾ എങ്ങനെയാന്നുള്ള, പക്ഷെ അത് കണ്ടിട്ടോ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ അങ്ങനെ സംസാരിക്കാറുണ്ടോ? എങ്ങനെ കമന്റ്സിലോ അതായത് നിങ്ങൾ ചെയ്ത കോണ്ടന്റ് അത് വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്നല്ലേ? അതെ, നമ്മൾ അറിയില്ല, നമ്മൾ പേഴ്സണലി അറിയില്ല, പക്ഷെ ആൾക്കാര് ജഡ്ജ് ചെയ്യാറുണ്ടോ? അങ്ങനെ എന്താ പറയുക, എന്റെ കാര്യത്തിൽ ഞാൻ റീൽ എങ്ങനെയാണോ അതേ ഒരു ക്യാരക്ടർ തന്നെയാണ് റിയൽ ആയിട്ട്. കാരണം ഫേക്ക് ചെയ്ത് നമുക്ക് ഫോർച്യൂണർ വാങ്ങേണ്ട കാര്യമില്ലല്ലോ.